ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം ലോകത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. രാമായണത്തെക്കുറിച്ചാണ് നമ്മൾക്ക് പറയുന്നത്. കാര്യം എത്രയധികം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അതിലേറെ അതിനെ അത്രയധികം വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള രാമായണം, അതുപോലെ തന്നെ ശ്രീരാമൻ, അതുപോലെ തന്നെ അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലോകത്തിൽ ഇത്രയധികം അതിന് പ്രചാരം സിദ്ധിക്കാനും കാരണമായിട്ടുള്ളത്. നമ്മൾ ഈ രാമായണ മാസത്തിൽ രാമായണ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഭക്തിക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നമ്മൾ രാമായണ മാസമാണ്. രാമായണ കഥകളും രാമായണ പാരായണവും അതിലെ രാമായണ ചിന്തകളും ഒക്കെയായിട്ട് ആണ് നമ്മളിപ്പോൾ ആചരിച്ചു പോരുന്നത്. അപ്പോൾ എന്താണ് ഈ രാമായണത്തിന് ഇത്രയധികം പ്രത്യേകത? കാരണം എത്രയോ നൂറ്റാണ്ടുകളായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരം എടുക്കുന്നതിനും അതിനും മുമ്പേ ത്രേതായുഗത്തിൽ നടന്നിട്ടുള്ള ആ ഒരു ചരിത്ര സംഭവമാണ് ശ്രീരാമായണം. ഈ രാമായണം ഇപ്പോഴും ലോക ജനത അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ട് നടക്കുന്നുമുണ്ട്. അപ്പോൾ അതിലുള്ള ആ രാമായണത്തിലുള്ള അതിലടങ്ങിയിരിക്കുന്ന ആ കഥയിലെ ആ ഒരു കാവ്യത്തിലെ അതിലെ ഒരു വലിയ അതിൻ്റെ ക്ലൈമാക്സുകൾ, വളരെയധികം വിപുലമായിട്ടുള്ള ക്ലൈമാക്സുകൾ, ഓരോ ഘട്ടത്തിലും അതിലുള്ള ക്ലൈമാക്സുകളെക്കുറിച്ച് വലിയ വലിയ ചിന്തകളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് ആവർത്തിക്കുന്നു. ഇപ്പോഴും ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ളൊരു ഗ്രന്ഥം തന്നെയാണ്. ഗതികളാണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് ലോകത്തിൽ ഇന്നും ഏറ്റവും ഒന്നാമത്തെ കാവ്യമായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഈ രാമായണത്തിലെ ഓരോ കഥകളിലും പ്രത്യേകത. ഇപ്പോൾ ഒന്നും വേണ്ട, ശ്രീരാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ചു, അതും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിലുപേക്ഷിച്ചു എന്നുള്ള ആ ഒരു ഭാഗം തന്നെ എടുത്ത് എത്രയധികം ശ്രീരാമനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഭക്തരായിട്ടുള്ള പല ആളുകളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഭഗവാൻ ചെയ്തത് സത്യമാണെന്നും ശരിയാണെന്നും സമർത്ഥിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിലും എന്തൊക്കെ തന്നെയായാലും ഇപ്പോഴും ഇതൊരു ഉദ്യോഗമായിട്ടുള്ള ഒരു പലതരത്തിലും വേദനാജനകമായിട്ടുള്ളതാണെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത, പൂർണ്ണമായിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ചില സന്ദർഭങ്ങളാണ് അതിൽ വരച്ച് കാട്ടിയിരിക്കുന്നത്. കാര്യം മറ്റേതൊരു ഗ്രന്ഥത്തിലും അതിലെ അവസാന ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിലെ ചില ഭാഗങ്ങൾ, കഥയിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ പലതരത്തിലും അതിനെ വ്യക്തമാക്കും, അതിലെ ആശയങ്ങൾ വ്യക്തമാക്കും. അതിന് ഒരൊറ്റ അർത്ഥം മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ഇതിനെ ഏത് കാലത്തും ഏതൊരാൾക്കും ഏതൊരു രീതിയിലും ചിന്തിക്കാവുന്ന തരത്തിലേക്ക് ആ ഒരു കാവ്യത്തെ രചിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മഹത്വം. കാരണം ഇതിനെ ഇന്നും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും. എന്നാൽ ഇതിൻ്റെ മഹത്വം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആ രാമായണ പാരായണം ഏറ്റവും മഹത്തരമെന്ന് നമ്മൾ പറയുന്നു. ആ ഒരു രാമായണത്തിലെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിൽ രാമൻ്റെ, അതുപോലെ സീതയുടെ, അതുപോലെ ലക്ഷ്മണൻ്റെ, അതുപോലെ അതിലുള്ള ഓരോ കഥാപാത്രങ്ങളുടെയും ജീവിത അയനം തന്നെയാണ്, ആ ഒരു ജീവിത മാർഗം തന്നെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. രാമായണം നമുക്ക് മാർഗദർശനം നൽകുന്നത് എന്താണ്? ഈ രാമായണം നമുക്ക് മാർഗദർശനമാകുന്നത് ഈ രാമായണത്തിൽ നടന്നിട്ടുള്ള ആ കാര്യങ്ങളെ നമ്മൾ ഏത് തരത്തിലാണ് നമ്മളെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക അതിലാണ് മുഖ്യം. അല്ലാതെ ആ ഒരു ഗ്രന്ഥത്തിൻ്റെ ആ ഭക്തിയിൽ മാത്രമല്ല, അതിനെ ഏത് രീതിയിലാണോ നമ്മൾ സമീപിക്കുന്നത് ആ രീതിയിൽ തന്നെ അത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് രാമായണത്തിൻ്റെ മഹത്വം. എന്തായാലും ഈ ഒരു രാമായണ കാലത്ത് ആ ഒരു രാമായണ പാരായണത്തിന് വലിയ ഒരു പ്രാധാന്യം നമ്മളെ വീടുകളിലൊക്കെ കൊടുക്കുകയും കൂടാതെ അതിലെ കഥകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ കഥയിലെ ആ ഒരു പാഠഭാഗത്തിലെ അതിൻ്റെ അർത്ഥവും ഏത് തരത്തിലാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഈ തരത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഈ തരത്തിൽ നമ്മൾ ചെയ്യാവൂ എന്നുള്ളതും എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്ന വലിയൊരു മഹാഗ്രന്ഥം തന്നെയാണ് രാമായണം. അതിലെ ഹനുമാനായാലും അതുപോലെ അതിലെ
രാക്ഷസനായിട്ടുള്ള രാവണനായാലും വിഭീഷണനായാലും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മളിന്ന് കാണുന്ന ഗ്രന്ഥങ്ങളിലും അതുപോലെ നമ്മളെ സിനിമകളിലുമൊക്കെ ഒരു ഭാഗത്ത് ദുഷ്ടന്മാരും മറ്റൊരു ഭാഗത്ത് സത്യസന്ധന്മാരും എന്നതിലുപരി അതിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള വൈശിഷ്ട്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തെ പോലുള്ള ഗ്രന്ഥം ഇന്നും എല്ലാ കാലത്തും ഇനിയും എക്കാലവും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ കൂടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമുക്കതിനെ എത്ര തന്നെ പഠിച്ചാലും മതി വരാത്ത, എത്ര രുചിച്ചാലും മതി വരാത്ത ഒരു മഹൽ ഗ്രന്ഥം തന്നെയാണ് രാമായണം. ഇതിന് പകരം വയ്ക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു ഗ്രന്ഥവും ഇന്ന് വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടത്.